ഫാഷൻ വർക്ക്ഷോപ്പിൽ പങ്കെടുപ്പിക്കാനെന്ന വ്യാജേന ദുബായിലെത്തിച്ച് സെക്സ് റാക്കറ്റിന് കൈമാറുന്ന മോഡലിംഗ് രംഗത്തെ യുവതി ഉൾപ്പെടുന്ന സംഘം കെണിയിലാക്കിയത് 8 മലയാളി യുവതികളെയാണ്. മലയാളി പെൺകുട്ടികളെ ദുബായിലേക്ക് എത്തിച്ച് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്ന അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് ശൃംഖലയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുതിയ കേസിലൂടെ ഇപ്പോൾ പുറത്തുവരുന്നത്. മോഡൽ അലീന എബ്രഹാം ഉൾപ്പെടെ 3 സ്ത്രീകൾ അറസ്റ്റിലായതോടെ സിനിമ സീരിയൽ സ്വപ്നങ്ങളുമായി എത്തുന്ന യുവതികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന സംഘത്തിന്റെ പ്രവർത്തന രീതികളാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിനിയായ അലീന, ദുബായിൽ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തുന്ന പെരുമ്പാവൂർ സ്വദേശിനി സ്റ്റോയ്സി എന്ന സിന്ധു, പൊന്നാനി സ്വദേശിനി മഞ്ജിമ എന്നിവരെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. കേസിൽ മറ്റ് 2 മലയാളി സ്ത്രീകളെയും പ്രതികളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിയിലെ മോഡലിംഗ് മേഖലയിലും സിനിമാ സ്വപ്നങ്ങളുമായി എത്തുന്ന പുതുമുഖങ്ങളിലുമായിരുന്നു സംഘത്തിന്റെ പ്രധാന ശ്രദ്ധ. ദുബായിൽ സ്റ്റേജ് ഷോകൾ, ഫാഷൻ ഇവന്റുകൾ, ബ്യൂട്ടി പാർലർ ജോലികൾ എന്നിവയിൽ ഉയർന്ന ശമ്പളമുള്ള അവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് സന്ദർശക വിസയിൽ യുവതികളെ കൊണ്ടുപോകുകയായിരുന്നു പതിവ്. എന്നാൽ അവിടെ എത്തിയ ശേഷം പലരെയും നിർബന്ധിത ചൂഷണത്തിനിരയാക്കിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇത്തരം തട്ടിപ്പുകൾ ഗൾഫ് മേഖലയിൽ പുതുമയല്ലെന്നും മുൻകാലങ്ങളിലും സമാന സംഘങ്ങളെ ദുബായ്, കേരള പോലീസ് ചേർന്ന് പിടികൂടിയിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബ്യൂട്ടീഷ്യൻ ജോലി വാഗ്ദാനം ചെയ്ത് കേരളത്തിൽ നിന്ന് യുവതികളെ ദുബായിലേക്ക് എത്തിച്ച് പാസ്പോർട്ട് പിടിച്ചുവെച്ച് മസാജ് സെന്ററുകളുടെ മറവിൽ ലൈംഗിക തൊഴിലിലേക്ക് തള്ളിയ സംഭവങ്ങൾ മുൻപും പുറത്തു വന്നിരുന്നു. അന്ന് മലയാളി ദമ്പതികൾ ഉൾപ്പെടെ ചിലർ അറസ്റ്റിലായതും വലിയ ചർച്ചയായിരുന്നു. സ്റ്റേജ് ഷോകളുടെയും ആൽബം ചിത്രീകരണങ്ങളുടെയും പേരിൽ ആർട്ടിസ്റ്റ് വിസ വാഗ്ദാനം ചെയ്ത് പെൺകുട്ടികളെ എത്തിക്കുന്ന രീതിയും മനുഷ്യക്കടത്ത് സംഘങ്ങൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഗൾഫിലെത്തിച്ച യുവതികളെ വിവിധ കേന്ദ്രങ്ങളിൽ പാർപ്പിച്ച് ഇന്ത്യക്കാരും വിദേശികളും ഉൾപ്പെടെയുള്ളവർക്ക് പണം വാങ്ങി കൈമാറുന്നതായിരുന്നു സംഘത്തിന്റെ രീതി. ദുബായ്, നൈഫ്, അൽ ബർഷ തുടങ്ങിയ മേഖലകളിൽ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ഫോൺ പോലും നൽകാതെ പെൺകുട്ടികളെ പൂട്ടിയിട്ട സംഭവങ്ങളും മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിലർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കെട്ടിടങ്ങളിൽ നിന്ന് ചാടി പരിക്കേറ്റതോടെയാണ് വലിയ മനുഷ്യക്കടത്ത് ശൃംഖലകൾ പുറത്തറിഞ്ഞത്. നിലവിലെ കേസിൽ 1-ാം പ്രതിയായ സ്റ്റോയ്സിയുടെ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ മറവിലാണ് റിക്രൂട്ട്മെന്റ് നടന്നതെന്നാണ് സൂചന. കൊച്ചിയിലെ മോഡലിംഗ് രംഗത്ത് സജീവമായിരുന്ന അലീന പുതുമുഖങ്ങളുമായി ബന്ധം സ്ഥാപിച്ച് അവരെ സംഘത്തിലേക്ക് എത്തിച്ചിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ദുബായിലെ ചില വൻകിട മാഫിയ സംഘങ്ങളുമായി പ്രതികൾക്ക് ബന്ധമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. ഒളിവിലുള്ള 2 മലയാളി സ്ത്രീകൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത കാലത്തായി ദുബായിൽ മലയാളികൾ സംഘടിപ്പിക്കുന്ന സ്റ്റേജ് ഷോകളും ഫാഷൻ ഇവന്റുകളും വളരെ കുറവായിട്ടുണ്ടെങ്കിലും ഇത്തരം വ്യാജ വാഗ്ദാനങ്ങളാണ് ഇപ്പോഴും യുവതികളെ കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. പലരും ഒടുവിൽ ബ്യൂട്ടി പാർലറുകളിലോ മസാജ് സെന്ററുകളിലോ കുടുങ്ങിപ്പോകുന്ന സാഹചര്യമാണുള്ളത്. ഗൾഫിലേക്ക് ജോലി തേടി പോകുന്നവർ വിസ, സ്പോൺസർ, സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത എന്നിവ നിർബന്ധമായും പരിശോധിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.